നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ മൂവിയാണ് പ്രതിച്ഛായ. ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് ബി ഉണ്ണികൃഷ്ണനാണ്. ആൻഡ് സിനിമ എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങ് വർക്ക് ആയില്ല. ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. വളരെ നോർമൽ ഫേസിൽ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമ മൂവിയാണ്. അല്ലാതെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങോ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയൊന്നും അല്ല. നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുവരുന്ന ഒരു പൊളിറ്റിക്കൽ മൂവി എങ്ങനെയാണോ അതേ ടെംപ്ലേറ്റിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ തന്നെ ഇതിനു മുമ്പ് റിലീസ് ആയിട്ടുള്ള ലയൺ, രാംലീല അല്ലെങ്കിൽ താന്തോന്നി ഇങ്ങനത്തെ കുറെ മൂവീസിന്റെ ഒക്കെ ഒരു മാഷപ്പ് പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ലയൺ ആൻഡ് താന്തോന്നി ഇതിന്റെയൊക്കെ ഒരു മിക്സ് പോലെ എനിക്ക് തോന്നി. വേറൊന്നുമില്ല, സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു വലിയൊരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുള്ള ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ അയാളുടെ പൊളിറ്റിക്കൽ കരിയറിൽ ഒരു വലിയൊരു ബ്ലാക്ക് മാർക്ക് വീഴുവാണ്. അതിനെ തുടർന്ന് അതിന്റെ ഒരു റിവെഞ്ചിനായിട്ട് തന്റെ മകൻ പൊളിറ്റിക്സിലോട്ട് വരും. പിന്നീട് നടക്കുന്ന കോൺഫ്ലിക്ട്സും അല്ലെങ്കിൽ ഇവന്റ്സും ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള അതേ ടെംപ്ലേറ്റ് തന്നെയാണ്. സിനിമ സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എങ്ങോട്ടാ പോകുന്നത്. അല്ലെങ്കിൽ ഈ സിനിമയിൽ ഭയങ്കര ട്വിസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. മേക്കിംഗ് ക്വാളിറ്റി അടിപൊളിയായിരുന്നു. പക്ഷെ ആ ഒരു മൂവിയുടെ എക്സിക്യൂഷനിലോട്ട് വരുമ്പോൾ അതിപ്പം സീനിന്റെ എക്സിക്യൂഷൻ ആയാലും ശരി, ഡയലോഗ്സ് ആയാലും എല്ലാം ഒരു സീരിയൽ പോലെയാണ് ഫീൽ ചെയ്തത്. അതിപ്പം ഏതൊരു സീൻ എടുത്ത് നോക്കിയാലും അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പറഞ്ഞ് ചെയ്യിപ്പിച്ച പോലെ അല്ലെങ്കിൽ ടൈമിംഗ് വെച്ച് പറയുന്ന പോലെ അല്ലെങ്കിൽ ഓക്കെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും പല സീനുകളും. ആൻഡ് ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റിയോട്ട് വരുമ്പോൾ എടുത്തു പറയണം, ഓരോ ഡിപ്പാർട്ട്മെന്റും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിടിലൻ ടെക്നിക്കൽ ടീം തന്നെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഒരു മൂവിയുടെ മ്യൂസിക് ആയാലും എഡിറ്റ് ആയാലും ലൈറ്റിംഗ് ആയാലും സിനിമോട്ടോഗ്രഫി എല്ലാം അടിപൊളിയായിരുന്നു. സിനിമോട്ടോഗ്രഫി എടുത്തു പറയണം, ചന്ദ്രു സെൽവരാജ് ആണ് ഈ ഒരു മൂവിയുടെ സിനിമോട്ടോഗ്രഫി. ഫ്രെയിംസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് എന്റെ ലൈറ്റിംഗും കളറിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. മ്യൂസിക്കും അത്യാവശ്യം നല്ല മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ മൂവിയുടെ ഒരു ടെക്നിക്കൽ സൈഡ് പോലെ ആ ഒരു മൂവിയുടെ എക്സിക്യൂഷനിലോ സ്റ്റോറി ടെലിംഗിലോ അത്ര ഇത് വന്നിട്ടില്ല. സ്റ്റോറി ടെലിംഗ് നോക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുവരുന്ന അതേ സ്ഥിരം സ്റ്റോറി ടെലിംഗ് ടെംപ്ലേറ്റ് ഒക്കെ തന്നെയാണ്. പുതുമയായിട്ട് ഒന്നുമില്ല. എൻഗേജിംഗ് ആയിട്ട് ഒരു എലമെന്റ് പോലും എനിക്ക് സിനിമയിൽ ഫീൽ ചെയ്തില്ല. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഒരു സീൻ പോലും എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടോ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടോ ഭയങ്കര അടിപൊളിയായിട്ടും തോന്നിയില്ല. ആ ഒരു ക്ലൈമാക്സ് മാത്രം കുറച്ച് കുഴപ്പമില്ല എന്ന് തോന്നി. ബാക്കി എല്ലാം ഒരു നോർമൽ പേസിലാണ് സിനിമ പോയത്. ആൻഡ് പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഒരു നല്ലൊരു കിടാൻ കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള ഒരു മൂവിയാണ്. ആൻഡ് പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ബാലചന്ദ്ര മേനോൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് മൂപ്പർ ഒരു മൂവിയിൽ വരുന്നത്. മൂപ്പറുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും അറിയാം മൂപ്പറുടെ പെർഫോമൻസ് എങ്ങനെയാണ്. നല്ല കിടിലായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇമോഷണൽ സീക്വൻസ് ഒക്കെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നിവിൻ പോളി ആയാലും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആ ക്യാരക്ടർ നല്ല രീതിക്ക് മൂപ്പർ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഷർഫുദ്ദീൻ ഓൾസോ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരു കോർപ്പറേറ്റ് ലീഡർ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് വില്ലൻ എന്നൊക്കെ പറയാം. അടിപൊളിയായിരുന്നു മൂപ്പറുടെ പെർഫോമൻസ്. അതുപോലെ തന്നെ ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്. എല്ലാവരുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. എസ്പെഷ്യലി വിഷ്ണു അഗസ്ത്യ മൂപ്പറുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. അപ്പാർട്ട് ഫ്രം ദിസ് മേക്കിംഗ് ക്വാളിറ്റി ആൻഡ് പെർഫോമൻസ് ഈ സിനിമയിൽ എടുത്തു പറയാനായിട്ട് വേറെ ഒന്നുമില്ല. ഒരു കിടിലായിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങോ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള മൂവി ആയിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒരു നോർമൽ ഫേസിൽ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമ. നമ്മുടെ കേരള പൊളിറ്റിക്സിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റീഷ്യന്റെ ലൈഫിൽ നടന്ന കുറച്ച് ഇവന്റ്സ് ഒക്കെ സിനിമയിൽ സംസാരിച്ചു പോകുന്നുണ്ട്. ആ ഒരു ഇവന്റ്സും അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റീഷ്യന്റെ ലൈഫും കുറച്ച് ഫിക്ഷനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. പല സ്ഥലത്തും ഇവർ എൻഗേജ് ചെയ്യിപ്പിക്കാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങ് വർക്കായില്ല. പല ഏരിയാസിൽ നല്ല ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. എന്നും പറഞ്ഞ് മൂവി ഭയങ്കര ബോർ എന്നല്ല ഞാൻ പറയുന്ന, ആ ഒരു എൻഗേജിംഗ് ഫീൽ സിനിമയ്ക്ക് ത്രൂ ഔട്ട് ഇല്ലായിരുന്നു. ഇത് എന്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കത്തില്ല. സോ എന്തായാലും നിങ്ങൾ എല്ലാവരും പോയി സിനിമ കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.